എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റുബിക്സ് ക്യൂബിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ്. അതും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു അടിപൊളി സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം. അതായത് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പീസ്. സെൻറ്റർ പീസിൻ്റെ കളറിലായിരിക്കും ആ ഫേസിൻ്റെ ഫുൾ കളർ. ഇവിടെ ഓറഞ്ചാണ് സെൻറ്റർ പീസ്, അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഓറഞ്ചായിട്ട് കിട്ടണം. ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ഫുൾ കിട്ടണം. ഇനി അടുത്തത് ഇതിൻ്റെ കോർണർ പീസസ് ആണ്. കോർണർ പീസസിൻ്റെ പ്രത്യേകത, ഇതിന് 3 കളറുണ്ട്: ഗ്രീൻ, ഓറഞ്ച് ആൻഡ് യെല്ലോ, റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. മുകളിലത്തെ ലെയറിൽ 4 കോർണർ പീസസും താഴത്തെ ലെയറിൽ 4 കോർണർ പീസസും ഉണ്ട്. ഇനി എഡ്ജ് പീസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 കളറേ ഉള്ളൂ: ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, വൈറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിലത്തെ ലെയറിലെ കോർണർ എഡ്ജ് പീസസ് 4 എണ്ണം. ഇനി മിഡിൽ ലെയറിലും ഇതേപോലെ 4 എഡ്ജ് പീസസ് ഉണ്ട്. ബോട്ടം ലെയറിലും 4 എഡ്ജ് പീസസ് ഉണ്ട്. അങ്ങനെ 12 എഡ്ജ് പീസസാണ് ഉള്ളത്. നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഈ വൈറ്റിൻ്റെ ചുറ്റിനും നമുക്കൊരു പ്ലസ് കൊണ്ടുവരണം. അതായത് വൈറ്റിൻ്റെ ഈ ചുറ്റിനുമുള്ള 4 പീസസ് നമുക്ക് വെള്ള എഡ്ജ് പീസസ് ആയിട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, വൈറ്റിന് ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും, ബ്ലൂവിന് ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീൻ ആയിരിക്കും, ഓറഞ്ചിന് ഓപ്പോസിറ്റ് എപ്പോഴും റെഡ് ആയിരിക്കും. അപ്പോൾ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോയുടെ ചുറ്റിനും നമ്മളൊരു പ്ലസ് കൊണ്ടുവരിക. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു എഡ്ജ് പീസസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കുന്ന എഡ്ജിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ കറക്റ്റാക്കി കൊണ്ടുവരിക? ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. ഇനി വേറെ എഡ്ജ് പീസസ് ഇവിടെയുണ്ട്. ഇവിടെ ഉള്ളതിനെ നമ്മൾ ഇങ്ങനെയൊന്ന് തിരിച്ചാൽ വരും, പക്ഷേ അത് തിരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഇരിക്കുന്നതിനെ നമ്മളൊന്ന് ടോപ്പ് ലെയർ കറക്കി ഇങ്ങനെ ഒന്ന് തിരിച്ചു. ഇനി അടുത്ത എഡ്ജ് പീസ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഈ താഴത്തെ ലെയറിൽ കിടക്കുകയാണ്. താഴത്തെ ലെയറിൽ കിടക്കുന്നതിനെ നമ്മൾ ഇങ്ങനെ 2 പ്രാവശ്യം തിരിച്ചാൽ ഇവിടെ എത്തും. ഇനി താഴത്തെ ലെയർ നമ്മൾ കറക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട്. നോക്ക്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു എഡ്ജ് പീസ് ഉണ്ട്. താഴത്തെ ലെയറിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇത് പോകും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇല്ലാത്ത ഒരു പൊസിഷൻ അവിടേക്ക് കൊണ്ടുവരിക. കറക്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഈ പൊസിഷൻ, അത് അവിടേക്ക് കൊണ്ടുവന്നിട്ട് മാത്രം നമ്മളിതിനെ 2 പ്രാവശ്യം തിരിക്കുക. ഇനി വേറൊരു കേസ്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതുപോലെ രണ്ടാമത്തെ ലെയറിൽ ഇത് വന്ന് കിടക്കും. നമ്മൾ ജസ്റ്റ് തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രീനും ഇവിടെ വൈറ്റും ആയിട്ട് വരും. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിക്കുക, ടോപ്പ് ലെയർ ഒന്ന് കറക്കിയിട്ട് ഇതിനെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ വൈറ്റ് പ്ലസ് എഡ്ജ് പീസസ് എല്ലാം യെല്ലോയുടെ ചുറ്റിനും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓറഞ്ചിനെ ഓറഞ്ച് സെൻറ്ററുമായിട്ട് മാച്ച് ആക്കുക. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് വൈറ്റിൻ്റെ അവിടെ എത്തിക്കുക. റെഡ് അല്ലേ, റെഡ് ആൻഡ് വൈറ്റ്. റെഡിനെ റെഡ് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്തിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ തിരിക്കുക. ബ്ലൂ ഓൾറെഡി ബ്ലൂവിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ചാണ്. അപ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാം. ഇനി നമുക്കിവിടെ മാത്രമേ ഒരെണ്ണം വരാനുള്ളൂ. അപ്പോൾ ഗ്രീനാണ്, ഗ്രീനിനെ ഗ്രീനിൻ്റെ സെൻറ്ററിലേക്ക് ആക്കുക. എന്നിട്ട് 2 പ്രാവശ്യം ലെഫ്റ്റ് ഓർ റൈറ്റ്, അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ വൈറ്റ് പ്ലസ് റെഡി ആയിട്ടുണ്ട്. പ്ലസ് റെഡി ആയിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ വരെ അത് കറക്റ്റാണ്. എല്ലാ സെൻറ്ററുമായിട്ടത് മാച്ചാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കറക്റ്റാണ്, കണ്ടോ? ഇനി നമുക്ക് ഈ കോർണർ 4 എണ്ണം കൂടി കറക്റ്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോട്ടം ലെയറിൽ കോർണർ പീസസ് നമ്മളെ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ കൂടെയുള്ള 2 കളേഴ്സ് ഓറഞ്ചും ഗ്രീനുമാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഇവിടെ കൊണ്ടുവെക്കുക. അതിൻ്റെ മിഡിൽ, ഇവിടെ മുകളിലാണ് അത് വരേണ്ടത്, അതിൻ്റെ താഴെ കൊണ്ടുവെക്കുക. ഓറഞ്ചിനെ ഓറഞ്ച് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്തു. ഇനി നമ്മൾ വൈറ്റ് താഴത്തെ ലെയറായിട്ട് പിടിക്കുക, ഓറഞ്ചിനെ ഓറഞ്ച് സെൻറ്ററായിട്ട് പിടിക്കുക. ഇത് നമുക്ക് ഇവിടെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 2 എണ്ണത്തെയും കൂടെ ടോപ്പ് ലെയറിൽ കൊണ്ടുപോയിട്ട് ഇത് വെച്ച് നമ്മൾ മാറ്റി. ഇനി ഇതാണ് നമ്മുടെ കറക്റ്റ് ചെയ്തത്. ഇതിനെ നമ്മൾ തിരിച്ച് നമ്മുടെ വൈറ്റ് പ്ലസിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നു, കണ്ടോ? ഇനി അടുത്ത ഒരു കോർണർ പീസ് ഇവിടെയുണ്ട്. ഇത് ഓറഞ്ചും ബ്ലൂ ആണ്. ഓറഞ്ചും ബ്ലൂവിൻ്റെ ഇടയിൽ തന്നെയാണ് അത് കിടക്കുന്നത്. ബ്ലൂവിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ചായി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ഗ്രീൻ സ്റ്റിക്കറിനെ വൈറ്റ് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ
ഇതിനെ രണ്ടിനെയും കൂടെ ടോപ്പ് ലെയറിൽ കൊണ്ടുപോയി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കണ്ടോ? അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ പ്ലസ് കറക്റ്റ് ചെയ്യാം. ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നു. ഇനി നമ്മുടെ അടുത്ത കോർണർ പീസ് ഇവിടെ കിടപ്പുണ്ട്. ഇത് റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും മിഡിലാണ്. ഇതാ ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ മുമ്പേ നമ്മൾ ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു അത് മാച്ച് ആയത്. ഇവിടെ റൈറ്റ് സൈഡിലാണ് മാച്ച് ആയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ രണ്ടിനെയും കൂടെ ടോപ്പിൽ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചെയ്യുക. മാച്ച് ചെയ്തു. ഇനി പ്ലസ് കറക്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഒരു കോർണർ ഇവിടെ തന്നെ മാറിക്കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എന്താ ചെയ്യുക, ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട്, അപ്പോഴും അത് ശരിയായിട്ടില്ല. ഇപ്പോഴിതിൻ്റെ ഈ സ്റ്റിക്കർ താഴേക്കായി. വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതിനെ താഴേക്ക് കൊണ്ടുവരിക. ഈ പൊസിഷനിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനെ പ്ലസ് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഇത് നമ്മുടെ ഫേസ് ചെയ്യുന്ന രീതിയിലായി. ഇനി വീണ്ടും ഇതിനെ ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇത് ഗ്രീനുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഈ രണ്ടും കൂടി നമ്മൾ ടോപ്പ് ലെയറിൽ കൊണ്ടുവന്നു, ഇങ്ങനെ ചെയ്തു. കണ്ടോ? കറക്റ്റായി. ഇനി ഇതിന് വേറൊരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് നമ്മൾ ഏത് ലെയറാണ് ഇത് ടോപ്പിലേക്ക് കൊണ്ടുവരാമെന്നൊരു കൺഫ്യൂഷൻ വരും. എപ്പോഴും നമ്മൾ വിചാരിക്കുക ഈ വൈറ്റ് നമ്മളെ ഫേസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതാണ് ടോപ്പിലേക്ക് കൊണ്ടുവന്നെങ്കിൽ തെറ്റാണ്. ഇവിടെ അല്ല വൈറ്റ് കിടക്കുന്നത്. വൈറ്റ് കിടക്കുന്ന ആ ലെയർ നമ്മൾ കൊണ്ടുപോവുക. ഇതിനെ ഇങ്ങോട്ട് ഇത് കറക്റ്റ് ചെയ്യുക, പ്ലസ് കറക്റ്റ് ചെയ്യുക. കണ്ടോ? എത്ര എളുപ്പമാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ നമുക്ക് കറക്റ്റാക്കി കിട്ടിയത്. ഈ ഫസ്റ്റ് ലെയർ കറക്റ്റാണെന്ന് പറയാൻ കാരണം ഇതെല്ലാം ഇതിൻ്റെ സെൻറ്റേഴ്സുമായിട്ട് നോക്ക്. ഈ 3 കറക്റ്റാണ്, കാരണം ഇവിടെ റെഡാണ്. ഈ 3 ഗ്രീൻ കറക്റ്റാണ്, ഇവിടെ ഗ്രീനാണ് സെൻറ്റർ. ഈ 3 ഓറഞ്ച് കറക്റ്റാണ്, ഇവിടെ ഓറഞ്ചാണ് സെൻറ്റർ. അപ്പോൾ ഇത്രയും നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടി. ഫസ്റ്റ് ലെയർ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് നൊട്ടേഷൻസ് പഠിക്കണം. അതായത് ഇത് അപ്പർ പാർട്ടാണ്. അപ്പർ പാർട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പർ പാർട്ട് ഇതാണ്. അതായത് ഇതാണ് യു. ഇവിടെ ഒരു ക്ലോക്ക് വെച്ചാൽ ആ ക്ലോക്ക് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് യു ആണ്. റൈറ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ യു ഡാഷ്. ഇതാണ് ഇതിൻ്റെ റൈറ്റ് പാർട്ട്. റൈറ്റ് പാർട്ടിൻ്റെ ഇവിടെ ഒരു ക്ലോക്ക് വെച്ചാൽ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് റൈറ്റിലേക്ക് തന്നെ. തിരിച്ചാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആർ ഡാഷ്, ആർ ഡാഷ്. ആർ ഇതാണ്. ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇനി അടുത്തത് ഇവിടാണ് ലെഫ്റ്റ്. ലെഫ്റ്റിൻ്റെ അവിടെ ഒരു ക്ലോക്ക് വൈസ് വെച്ചാൽ ഇങ്ങോട്ടാണ് ക്ലോക്ക് വൈസ്. അപ്പം എൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എൽ ഡാഷ് ആണെങ്കിൽ മുന്നിലേക്കാണ്. ഇത്രയാണ് നമുക്ക് ഈ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ പഠിക്കേണ്ട കാര്യങ്ങൾ. സെക്കൻഡ് ലെയറിൻ്റെ സൊല്യൂഷന് വേണ്ടി നമ്മൾ ആദ്യം നോക്കുന്നത് മുകളിലത്തെ ലെയറിൽ, മൂന്നാമത്തെ ലെയറിൽ ഇവിടെ ഫുള്ള് വരേണ്ടത് യെല്ലോയാണ്. അപ്പോൾ മൂന്നാമത്തെ ലെയറിൽ നമുക്ക് യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും എഡ്ജ് പീസ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് യെല്ലോയാണ്, യെല്ലോ ഉള്ളതാണ്, അത് വേണ്ട. ഇതും യെല്ലോ ഉള്ളതാണ്, ഇത് യെല്ലോ ഇല്ല. ഇത് ഓറഞ്ച് ആൻഡ് ബ്ലൂ ആണ്. എഡ്ജ് പീസിൻ്റെ സെൻറ്ററുമായിട്ടത് മാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങോട്ടാണ് വരേണ്ടത്? ഓറഞ്ച് ആൻഡ് ബ്ലൂ ആയതുകൊണ്ട് ഇത് റൈറ്റിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇതിനുള്ള ഇക്വേഷനാണ് യു ആർ ഡാഷ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്ലസ്സിലെ വൈറ്റ് ഫേസിലെ ഒരെണ്ണം മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക. അതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 2 ലെയറും കൂടെ ഒരുമിച്ച് മുകളിൽ കൊണ്ടുപോയി അത് കറക്റ്റ് ചെയ്തു. ഇനി തിരിച്ച് പ്ലസ്സും കറക്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ എഡ്ജ് പീസും കറക്റ്റായിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് യെല്ലോ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ദാ ഇവിടെ ഒരെണ്ണം ഉണ്ട്, അത് ബ്ലൂ ആൻഡ് റെഡാണ്. അതും നമുക്ക് റൈറ്റിലേക്കാണ് വരേണ്ടത്. അപ്പോൾ യു ആർ ഡാഷ്. നമ്മുടെ ഒരു വൈറ്റ് ഇവിടുന്ന് പോയിട്ടുണ്ട്, അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാം. മുകളിലേക്ക് കൊണ്ടുപോയി അത് കറക്റ്റ് ചെയ്തു. ഇനിയും നമ്മൾ പ്ലസ് കറക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കതും കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നോക്കുക. ദാ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഗ്രീൻ ആൻഡ് ഓറഞ്ച്. ഇതെങ്ങോട്ടാണ് പോകേണ്ടത്? ഗ്രീൻ ആൻഡ് ഓറഞ്ച്, അതും റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുക യു ആർ ഡാഷ്. അപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് ഇവിടെ മാറിയിട്ടുണ്ട്, അതിനെ നമ്മൾ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും യെല്ലോ ഇല്ലാത്ത ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട്, അതിവിടെ കൊണ്ടുവന്ന് വെക്കുക.
അതും റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ എല്ലാം റൈറ്റിലേക്കാണ് പോയത്. യു ആർ ഡാഷ് നമ്മളിത് കൊണ്ടൊന്ന് കറക്റ്റ് ചെയ്യാം. വേറെ ചില കേസസും കൂടി നമുക്ക് നോക്കാം. ഇതിൽ ബ്ലൂ ആൻഡ് ഓറഞ്ച് ആണ്. ഇത് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്കാണ് പോകേണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വൈറ്റ് ഇവിടെ മാറിയിട്ടുണ്ട്. അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് കറക്റ്റ് ചെയ്യാം. കണ്ടോ? ഇനിയും വേറെ പീസസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് വരേണ്ട പീസ് അവിടെ തന്നെ അത് തിരിഞ്ഞാണ് കിടക്കുന്നത്. ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിപ്പോൾ റൈറ്റിലായതുകൊണ്ട് റൈറ്റിൻ്റെ ഇക്വേഷൻ തന്നെ അങ്ങ് ഉപയോഗിക്കുക. യു ആർ ഡാഷ്. ഇപ്പോൾ ഒരു വൈറ്റ് പോയിട്ടുണ്ട്, അതിനെ നമ്മൾ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കേണ്ട ആ പീസ് ഇവിടെ എവിടെയെങ്കിലും മാറിക്കിടപ്പുണ്ട്, അത് നോക്കിയെടുക്കുക. ഇനി വീണ്ടും നമ്മൾ യു ആർ ഡാഷ് ചെയ്യുക. യു ആർ ഡാഷ്. അപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് പോയിട്ടുണ്ട്, അതിനെ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെയർ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ എങ്ങനെയാണ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ഒത്തിരി ഇക്വേഷൻസ് ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ 2 ലെയറും നമ്മൾ കംപ്ലീറ്റ് നല്ലതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് മാത്രമേ മൂന്നാമത്തെ ലെയറിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ ഒരു ഡോട്ട്, ഒരു യെല്ലോ മാത്രം, ഒരു യെല്ലോയുടെ ഒരു ഡോട്ടേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതൊരു എല്ല് പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒരു എല്ലിൻ്റെ ഒരു ഭാഗം ലെഫ്റ്റിലേക്കും ഒരു ഭാഗം മുകളിലേക്കും പോകുന്ന രീതിയിൽ പിടിച്ചിട്ട് വേണം ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ ചെയ്യാൻ. അതിനു മുന്നേ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത്, റൈറ്റിലേക്ക് ഒരു പ്രാവശ്യം. എഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു പ്രാവശ്യം. ഓക്കെ. ഇനി നമ്മൾ അത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. യു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോവും, യു ഡാഷ് എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് പോവും. ഇനി ആർ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോവും. ഓക്കെ. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇനി അടുത്തതായിട്ട് ഈ ഡോട്ട് ആൻഡ് എൽ കേസ് വന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫർ FUR. ആ യു ആർ തന്നെ എടുത്തിട്ട് യു ഡാഷ് ആർ ഡാഷ്, പിന്നെ ലാസ്റ്റിൽ ആദ്യം എഫ് അല്ലേ വന്നത്, ആ എഫ് തന്നെ ലാസ്റ്റിൽ വിടണം. അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അതായത് നോക്ക്, എഫ് ഇനിയും യു ആണ്, യു ഇങ്ങോട്ട്, ആർ ഇങ്ങോട്ട്. ഇനി യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്. അപ്പോൾ നമുക്ക് ഒരു ലൈൻ കേസ് കിട്ടി. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഇതിങ്ങനെയാണ് പിടിക്കേണ്ടത്. ആ പിടിക്കുന്ന രീതി മാത്രമേ ഉള്ളൂ വ്യത്യാസം. എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്. ഇപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഇതിന് പ്ലസ് തന്നെ നമുക്ക് കിട്ടി. നമ്മൾ എല്ലോ പ്ലസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒരു ലൈൻ കേസ് കിട്ടുവാണെങ്കിൽ അതിനൊരു രണ്ടാമതൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഫ്രൂട്ടെന്ന് നമ്മളൊന്ന് ഓർത്താൽ മതി. FRU ഇനി ആ ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഇപ്പം നമുക്ക് വീണ്ടും ഇതിനകത്തും പ്ലസ് കിട്ടി. പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എഡ്ജസൊക്കെ ആ കറക്റ്റ് സെൻറ്ററുമായിട്ട് മാച്ച് ആയോ എന്ന് നോക്കുക. നമ്മളിപ്പോൾ ബ്ലൂവിനെ ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്തു, റെഡിനെ റെഡായിട്ട്, ഇത് നമുക്ക് ഭാഗ്യത്തിന് എല്ലാം മാച്ചായി തന്നെ കിട്ടി. അപ്പോൾ ഇനി ഞാൻ പറയുന്ന ആ മാച്ച് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട, കാരണം ഇത് ഓൾറെഡി മാച്ചായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിയാലോ, ഇതിനകത്ത് റെഡുമായിട്ട് മാച്ചായി, ഗ്രീനുമായിട്ട് മാച്ചായി. പക്ഷേ ഇവിടെ മാച്ച് ആയിട്ടില്ല. നോക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മാച്ച് ആവാത്ത ഒരെണ്ണം ലെഫ്റ്റിലും ഒരെണ്ണം ഫ്രണ്ടിലും പിടിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മാച്ച് ആയിട്ടില്ല, അതിപ്പോൾ വെറുതെ നമ്മൾ ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ യു ആർ ഡാഷ് യു. ഇപ്പം നമ്മുടെ സെൻറ്റേഴ്സൊക്കെ ജോയിൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്ലസ് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്റേഴ്സ് മാച്ച് ആയോ എന്ന് നോക്കണം. ഇനി നമുക്ക് ഈ എഡ്ജസും കൂടി ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി. ഈ എഡ്ജസ് കറക്റ്റ് പൊസിഷനിലാണോ എന്ന് നമുക്ക് നോക്കാം. ഇത് കറക്റ്റ് പൊസിഷനാണ്. റെഡ് ഗ്രീൻ യെല്ലോ ഇത് പൊസിഷൻ അല്ല,
ഇത് പൊസിഷനല്ല, ഇതും പൊസിഷനല്ല. അപ്പോൾ ആകെ ഒരെണ്ണം മാത്രമേ കറക്റ്റ് പൊസിഷനുള്ളൂ. അപ്പോൾ നമ്മൾ ആ പൊസിഷൻ ആയത് റൈറ്റിൽ പിടിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ ചെയ്യുക. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഇപ്പോൾ കറക്റ്റ് പൊസിഷനായോ എന്ന് നോക്കാം. ഇതാ ഇപ്പോൾ കറക്റ്റ് പൊസിഷൻ ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് പൊസിഷൻ ആയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, കറക്റ്റ് പൊസിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂബിൻ്റെയും കൂടി നമുക്ക് നോക്കാം. ഇത് ആകെ ഇത് മാത്രമേ കറക്റ്റ് പൊസിഷനിലായിട്ടുള്ളൂ. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. അപ്പോൾ അതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുണ്ട്, എല്ലാ പൊസിഷനും. നമുക്കിവിടെ ഓൾറെഡി 2 എണ്ണം കറക്റ്റായി കിട്ടുകയും ചെയ്തു, 2 എഡ്ജ് പീസ്. ഇനി ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. ആകെ 2 എണ്ണം പഠിച്ചാൽ മതി നമ്മൾ. റൈറ്റും ഡൗണും. ഡൗൺ ഈ പാർട്ടാണ് ഡൗൺ. ഡി എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഓക്കെ. ഡി ഡാഷ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ഇത് 2 പ്രാവശ്യം ആദ്യം എന്തായാലും ചെയ്യണം. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇപ്പോഴും ഇത് ശരിയായിട്ടില്ല. നമുക്കിവിടെ റെഡ് ആൻഡ് യെല്ലോ ഈ പീസ് വരുന്നിടം വരെ നമ്മൾ ചെയ്യുക. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ദാ ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, പേടിക്കണ്ട. ഇതിനെ നമ്മൾ എന്താ ചെയ്യുക, ഇത് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് മുകളിലത്തെ ലെയർ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വീണ്ടും ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇനി ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ചാൽ മതി. നമ്മുടെ സോൾവ് ആയിട്ടുണ്ട് നമ്മുടെ ക്യൂബ്. ഇനി ഈ കേസ് നോക്കിക്കേ, ഇതിൽ ഒന്നുപോലെ കറക്റ്റായിട്ട് ഇരിപ്പില്ല ഈ കോർണേഴ്സ്, പക്ഷേ കറക്റ്റ് പൊസിഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെയിം ഇക്വേഷൻ തന്നെ ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇപ്പോൾ ഇത് രണ്ടും കറക്റ്റായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. കറക്റ്റായി കഴിയുമ്പോൾ അതിനെ മാറ്റി വെക്കാം. പക്ഷേ ഫസ്റ്റ് ടൈം 2 പ്രാവശ്യം ചെയ്തിരിക്കണം. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇതും കറക്റ്റായി. അപ്പോൾ അതിനെ മാറ്റി വെക്കാം. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇതും കറക്റ്റായി. ഇനി ഇറ്റേറണേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. നമ്മുടെ ഈ ക്യൂബും സോൾവ് ആയി. അപ്പോൾ ഇതിൻ്റെ 2 കേസസും 2 രീതിയിൽ വന്നാലുള്ളതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും ചെയ്യാം, കൊച്ചു കുട്ടികൾക്ക് വേണേലും ചെയ്യാം. പക്ഷേ എല്ലാ ഇക്വേഷൻസും നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഇക്വേഷൻസും കൊടുക്കുന്നുണ്ട്. ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ലെയറായിട്ട് നല്ലതായിട്ട് പഠിച്ചിട്ട് അടുത്ത ലെയറിലേക്ക് പോകാവുള്ളൂ. ഇപ്പോൾ 3rd ലെയറൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് തെറ്റിപ്പോവും. വീണ്ടും നമുക്ക് ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് ക്ഷമയോടൊക്കെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഇത് മുഴുവൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.